അതെ, കുഞ്ഞിന്റെ മാനസികാരോഗ്യത്തെ ബാധിക്കും. ആ കൂട്ടത്തില് ഭക്ഷണം കൂടി ഇല്ലാതായാലോ? ദേ, ജനിച്ചു വീണ കുട്ടികൾക്കാണെങ്കിലേ വിശക്കുമ്പോ പാലിന് വേണ്ടി കരയാം. സംസാരിക്കാറാവുമ്പോ അമ്മ വിശക്കുന്നു എന്ന് പറഞ്ഞ് ചിണുങ്ങാം. ഗർഭത്തിനുള്ളിലുള്ള കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും? അമ്മയുടെ കരുണയില അതിന്റെ ഭക്ഷണവും ആരോഗ്യവും ഒക്കെ. ആ പാവത്തിന് പട്ടിണി കിടന്നോ? എന്താണ്? ദേ, പൊന്നനിയത്തിക്ക് ഭക്ഷണം വേണ്ടാന്ന്. അച്ഛനും അമ്മയും കഴിച്ചോ? വിഷ്ണുട്ട, അത് അവര് കഴിച്ചു. അതെന്താ ശാലിനി, അമ്മയുടെ കാര്യം വിഷ്ണുവിനോട് പറഞ്ഞ? പ്രീതി, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചെയിൻ റിയാക്ഷന്റെ കാര്യം. മനുഷ്യരുടെ കാര്യം അങ്ങനെയാ. സത്യാമ്മ എന്നോട് അങ്ങനെയൊക്കെ പെരുമാറിയെന്നറിഞ്ഞ വിഷ്ണുവേട്ടന് ഉള്ളിന്റെ ഉള്ളിൽ അമ്മയോടൊരു നീരസം ഉണ്ടാവും. പിന്നെ ആ നീരസം വെച്ചാവും പെരുമാറ്റം. സത്യാമ്മയുടെ ദേഷ്യം ഇരട്ടിക്കും. അങ്ങനെ ആ റിയാക്ഷൻ നീണ്ടങ്ങനെ പോവും. കുടുംബം മുഴുവൻ അസ്വസ്ഥത പടരാതിരിക്കാൻ നമ്മൾ പെണ്ണുങ്ങള് ചിലതൊക്കെ മനസ്സിനുള്ളിൽ ഒതുക്കി വെക്കണം. എന്തൊരു പ്രതി? എന്താ പൊന്നി? സാറിനറിയാലോ ഇന്ന് വിഷ്ണു കുഞ്ഞിനും സുസ്മിതയ്ക്കും കല്യാണം നിശ്ചയിച്ചിരുന്ന ദിവസമാണെന്ന്. ഒരു പ്രശ്നമില്ല, ഷീസ് ക്യാരിയിങ്. പ്രീതി ഗർഭിണിയാ. നിന്റെ മകളുടെ വയറ്റിലുള്ള കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ, ആ കുഞ്ഞിനെ ഈ ഭൂമിയുടെ പ്രകാശം കാണിക്കാൻ വേണ്ടിയാണ് ഭാമേ ശാലിനി സ്വന്തം ജീവിതം പോലും പണയം വെക്കാൻ തയ്യാറായത്. കൂടെ നിന്ന് ചതിച്ചവളാ ഇവള്. അമ്മേ, വിളിക്കരുത് നീ എന്നെ അങ്ങനെ. ഞാനൊന്നും അറിഞ്ഞില്ല പൊന്നി. വിഷ്ണുവിന്റെ കല്യാണക്കാര്യം അറിഞ്ഞിരുന്നു. പങ്കെടുക്കാൻ മാത്രം സന്തോഷമുള്ള കാര്യമല്ലല്ലോ. അതുകൊണ്ട് കൊച്ചിയിൽ ഒരു കേസിന്റെ കാര്യത്തിന് പോയിരുന്നു. തിരിച്ചെത്തിയപ്പോ വൈകി. എന്തിനാ പ്രീതി ഇനിയും കരയുന്നേ? എല്ലാം ശുഭമായി പര്യവസാനിച്ചില്ലേ? നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാ അർജുനേട്ടാ. പോവാനോ? എങ്ങോട്ട്? നമുക്ക് ഇനി ഇവിടെ നിൽക്കണ്ട. ഞാനിനി എങ്ങനെ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കും? മുഖത്ത് നോക്കുന്നതിന് എന്താ? എന്റെ കുഞ്ഞല്ലേ നിന്റെ വയറ്റിലുള്ളത്. മണ്ടത്തരം പറയില്ലേ പ്രീതി. സാർ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും. കുറച്ചു നേരമായി ഒരേ പല്ലവിയാ. രാത്രി എന്നെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി നിർബന്ധമായിട്ട് കൂട്ടിക്കൊണ്ട് വന്നതാ. എന്താ പ്രീതി ഇത്? അമ്മ എന്നോട് ഒരു കാലത്ത് ക്ഷമിക്കൂല അർജുനേട്ടാ. ഏയ്, മണ്ടത്തരൊന്നും പറയല്ലേ. പെട്ടെന്നുള്ള ദേഷ്യത്തിന് അമ്മ അങ്ങനെയൊക്കെ പറയും. അതൊക്കെ എല്ലാ അമ്മമാരും പറയുന്നതാ. എന്ന് കരുതി നാട് വിട്ടു പോവുകയാണോ വേണ്ടത്? പിന്നെ എന്താ അർജുനേട്ടാ ചെയ്യാ? എല്ലാരും അറിഞ്ഞത് നന്നായി. പ്രീതി ഇപ്പോ വീട്ടിലേക്ക് തിരിച്ചു പോ. അർജുനേട്ടാ, ഇരുളിന്റെ മറവിൽ നമ്മൾ എവിടേക്ക് ഒളിച്ചോടാൻ പോകുന്നില്ല. ഈ രാത്രി ഒന്ന് കഴിഞ്ഞോട്ടെ. സത്യാമ്മയുടെ വീട്ടിലേക്ക് തല ഉയർത്തിപ്പിടിച്ച് ഞാൻ കയറി വരും. എന്റെ കുഞ്ഞിന്റെ അമ്മയെ കൂട്ടിക്കൊണ്ടു പോരാ. ഇപ്പൊ ഇങ്ങനെ ഒരു സാഹസം കാണിച്ചത് മറ്റാരും അറിയണ്ട. സത്യാമ്മയുടെ ദേഷ്യം കൂടുകയുള്ളൂ.
ഇതെവിടെ പോയി? കൊള്ളാം. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വിഷ്ണു ശാലിനി പ്രണയം റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ പ്ലേ ചെയ്യാൻ പറ്റിയ പാട്ട്. ആളോടുള്ള പ്രണയം മുഴുവൻ പ്രകടിപ്പിക്കാൻ എന്തൊരു വഴി. എന്താ ഗുഡ് നൈറ്റ് പറഞ്ഞ പിന്നെ സംസാരിച്ചൂടാ. ഓ, അങ്ങനെയൊക്കെ ഉണ്ടോ? ആ, ഉണ്ട് ഉണ്ട് ഉണ്ട്. ഗുഡ് നൈറ്റ് പറഞ്ഞത് ഇന്നല്ലേ? നമുക്ക് നാളെ കാണാം. തിരുമേനി, ശാരദാമ്മ ഇന്ന് വലിയ സന്തോഷത്തിലാണല്ലോ. സന്തോഷത്തിന് കാരണമുണ്ട് തിരുമേനി. 12 ദിവസം ദേവിയെ കുളിച്ചു തൊഴുതത് വെറുതെ ആയില്ല. എന്റെ മകളുടെ ജീവിതം രക്ഷപ്പെട്ടു. സന്തോഷം. 12 ദിവസം പാർവതി ദേവിയെ കുളിച്ചു തൊഴുത് തിരുവാതിര വ്രതമെടുത്താൽ ഫലം സുനിശ്ചിതം. ദീർഘമാംഗല്യത്തിന്റെ ദേവി കൂടിയാണല്ലോ സാക്ഷാൽ ശ്രീപാർവതി. അതായത് ചിതയിൽ നിന്നും വീണ്ടും ഉയർകൊണ്ട് സ്വന്തം ഭർത്താവിനെ തേടിയെത്തിയ വേറൊരു ദേവിയില്ല. ഒരു പാൽപായസം നടത്തണം തിരുമേനി. ശാരദാമ്മ ഒരു പ്രദക്ഷിണം ചെയ്തു വന്നോളൂ, ഞാൻ ദേ എത്തി. ശരി ദേവി. മകളുടെ ജീവിതം കൊട്ടിച്ചോറാക്കിയിട്ടും ഇവർക്ക് അമ്പലത്തിൽ നിന്ന് ഇറങ്ങാറായില്ലേ? ചെറിയൊരു ഡോസ് കൊടുക്കാം. ആ സുമംഗലി,
ഞാൻ അമ്പലത്തിലേക്കൊന്ന് ഇറങ്ങിയതാ. ആരാ ഈ സുമതി? നിന്നെ വിളിച്ച സുമംഗലയില്ലേ, അവളുടെ ചേച്ചിയായിട്ട് വരും. അധികം അങ്ങ് നെഗളിക്കാനും പായസം വിളമ്പാനും നിൽക്കല്ലേ ശാരദേ. നിങ്ങൾ പറഞ്ഞത് ശരിയാണെങ്കിൽ ശരിക്കുള്ള കളി ഇനിയാ തുടങ്ങാൻ പോകുന്നത്. പ്രീതിയുടെ വയറ്റിലുള്ള കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടിയാ ശാലിനി ഇതെല്ലാം ചെയ്തതെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? പ്രീതി സത്യഭാമയുടെ മകളാ, ശാലിനി മരുമകള്. ആ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ ശാലിനിയേക്കാൾ ബാധ്യത പ്രീതിയുടെ അമ്മയായ സത്യഭാമയ്ക്ക്. സത്യഭാമയോട് എല്ലാം തുറന്നു പറയാതെ ശാലിനി ആടിയ ഈ നാടകം ശരിക്കും അവരെ അപമാനിക്കാൻ വേണ്ടി തന്നെ അല്ലായിരുന്നോ? സത്യഭാമ എന്താ സ്വന്തം മകളുടെ കുഞ്ഞിന്റെ കഴുത്ത് ഞെരിച്ചു കൊന്ന് ചോര കുടിക്കുന്ന യക്ഷിയോ? എന്തു പറ്റി ശാരദാമ്മേ, പെട്ടെന്നൊരു സങ്കടം? ഒന്നുമില്ല തിരുമേനി. ആ സ്ത്രീ മനസ്സ് വിഷമിപ്പിക്കുന്ന എന്തോന്ന് പറഞ്ഞുല്ലേ, ഞാൻ ശ്രദ്ധിച്ചു. അത് സാറാക്കണ്ട. എന്ത് വിഷമമുണ്ടായാലും സർവസാക്ഷിയായ ദേവിക്ക് മുന്നിൽ തുറന്നു പറയുക. ദേവിക്ക് പരിഹാരമുണ്ടാക്കാൻ പറ്റാത്തതായി ഒന്നുമില്ല. ദേവി, രാജേശ്വരി പറഞ്ഞതൊന്നും സത്യമാവല്ലേ? ഒരുപാട് കണ്ണീര് കുടിച്ചു എന്റെ കുഞ്ഞ്. ശാലിനില്ലല്ലോ, ഞാനല്ലേ നാണം കെട്ടിയത്. അത് എന്നെ ഷൂട്ട് ചെയ്യും, അത് കഴിഞ്ഞു ശാലിനിയെ. പിന്നിൽ നിന്ന് കുത്തുന്നത് ആരായാലും ക്ഷമിക്കില്ല ഈ സത്യഭാമ. വേണ്ട അമ്മേ, അമ്മ എന്താ അമ്മേ? വേണ്ട, അവളെ തടയണ്ട. അവള് ഷൂട്ട് ചെയ്യട്ടെ. പ്ലീസ് അമ്മ, അമ്മ വേണ്ട. ഇനി ഞാൻ പറയാ, സംഭവിക്കാനുള്ള എല്ലാം സംഭവിച്ചു കഴിഞ്ഞു. ഇനി അതിന്റെ നെല്ലും പതിലൊന്നും തെരഞ്ഞിട്ട് കാര്യമില്ല. ജീവിതത്തില് ഒരു വലിയ കൊടുങ്കാറ്റിന്റെയും കെടുതിയുടെയും കാലം കടന്നുപോയെന്ന് കരുതുക. എല്ലാം കഴിഞ്ഞെന്ന് കരുതുന്നത് മൂഢവിശ്വാസ രാഘവേട്ട. വലിയ കൊടുങ്കാറ്റുകൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്റെ മനസ്സ് അങ്ങനെയാ പറയുന്നത്.
30 പവന്റെ മുക്കുപണ്ട എങ്ങനെയാ രാജേശ്വരി ശാരദയുടെ വീട്ടിൽ വന്നത്? ഓ, അതും അവള് കാതിൽ ഓതി തന്നോ? ആരും കാതിലോതിയതല്ല, ഞാൻ നേരിട്ട് കണ്ടതാ. നീ എന്നെ കഷായം തന്ന് കൊല്ലാൻ നോക്കിയപ്പോ അവിടുന്ന് കൈപിടിച്ച് ഒരു 2ാം ജന്മം തന്നവളാ ശാരദ. റോഡിൽ ബോധമില്ലാതെ കാറിനടുത്ത് കിടന്ന എന്നെ തൂക്കിയെടുത്ത് വൈദ്യശാലയിൽ കൊണ്ടുപോയി. അന്ന് വൈദ്യര് മറുമരുന്ന് തന്നില്ലായിരുന്നെങ്കിൽ ഈ തടി ഇങ്ങനെ നിവർന്ന് നിൽക്കില്ല. ശാരദയ്ക്ക് അതിന്റെ ഒരു കാര്യമില്ല. അവളെയും മക്കളെയും നടുക്കടലിൽ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞവനാ ഈ ഞാൻ. കണ്ടില്ലാന്ന് നടിച്ച് അവക്ക് വേണമെങ്കിൽ പോകാമായിരുന്നു. പകരം അവൾ എനിക്ക് ജീവൻ തിരിച്ചു തന്നു. അതാടി മനസാക്ഷി എന്ന് പറയുന്നത്. അല്ലാതെ കൂടെ ജീവിക്കുന്നവന് കഷായം കലക്കി കൊടുക്കുന്നതല്ല. ഓ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. തീർന്നിട്ടില്ല, കുറച്ചുകൂടിയുണ്ട്. ഞാൻ ശാരദയുടെ വീട്ടിലുണ്ടെന്ന സംശയത്തില് നീ റെയ്ഡിന് വരുമ്പോ ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. നിന്റെ വിശ്വരൂപം നേരിട്ട് കാണുകയും എന്നെ കിട്ടിയിട്ട് നിന്റെ ഉദ്ദേശം എന്താന്ന് വൃത്തിയായിട്ട് മനസ്സിലാക്കുകയും ചെയ്ത ഒരാളാടി ഞാൻ. പിന്നെ നീ അമ്പലത്തിൽ വന്ന് എന്റെ മുന്നിൽ അഭിനയം കാഴ്ചവെച്ചപ്പോ ഞാനും അതിൽ നന്നായിട്ടെന്ന് അഭിനയിച്ചെന്നേ ഉള്ളടി. ഉണ്ടാക്കിയ സ്വത്തെല്ലാം നിങ്ങൾക്ക് ദാനം തന്നിട്ട് ഭിക്ഷാന്തേഹിയായി നടക്കാൻ ഗോപാലകൃഷ്ണ ഭ്രാന്തൊന്നുമില്ല. എന്റെ വിൽപത്രം ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സംശയകരമായ സാഹചര്യത്തിൽ എന്റെ മരണമെങ്ങാനും സംഭവിച്ച ഒരു നുള്ളു മണ്ണ് നിനക്ക് കിട്ടില്ല രാജേശ്വരി. അതുകൊണ്ട് നിനക്കെന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള ധൈര്യത്തിലാ ഞാനിവിടെ നിൽക്കുന്നു. ആ പിന്നെ ഒന്നുകൂടി, 30 പവന്റെ മുക്കുപണ്ടം കൊടുത്ത് നീ തകർക്കാൻ നോക്കിയത് എന്റെ മൂത്ത മകളുടെ ജീവിതമാ. രക്തം വാർന്ന് റോഡിൽ കിടന്നപ്പോ എനിക്ക് ഞരമ്പീന്ന് ചോര ഊറ്റി തന്ന് ജീവൻ രക്ഷിച്ചവളുടെ ജീവിതം. ഇനിയും എന്റെ മക്കളുടെ ജീവിതം വെച്ച് നീ കളിക്കാൻ തുടങ്ങിയ ഗോപാലകൃഷ്ണൻ അങ്ങോട്ട് കളത്തിലേക്ക് ഇറങ്ങുവേ. ഇനി പറ, എന്താ പ്രശ്നം? രാജീവ് സാറിന്റെ വീട്ടുകാരുടെ വിവരങ്ങളൊക്കെ മോൾക്ക് അറിയാലോ. അവര് ശാരിക മോളെ ഇവിടെ കൊണ്ട് വിട്ടേക്കുവാ. വിട്ടെന്നല്ല, നടതള്ളിന്ന് വേണം പറയാൻ. രഞ്ജിനി മോളോട് ഇത് പറഞ്ഞുന്നറിഞ്ഞ ശാരദാമ്മ എന്ത് പറയൂന്നറിയില്ല. പക്ഷെ പറയാതിരുന്ന എന്റെ ചങ്ക് പൊട്ടിപ്പോവും. അത്രയ്ക്ക് ക്രൂരത അവര് ശാരിക മോളോട് കാട്ടിയത്. ഇങ്ങോട്ട് ഇറങ്ങടി, ആടി ഇങ്ങോട്ട്. ഇവളെ കൂടി വെച്ചോണം. ഇവളെ ഇപ്പൊ ഞങ്ങൾക്ക് ഏറ്റവും വലിയ പാഴ്മുതല്. മോളെ, നീ എന്തൊക്കെയായി കാണിക്കുന്നേ? വാ, നമുക്ക് പോകാം. നിങ്ങളോട് ആരാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? സുസ്മിത, സുസ്മിതേ, നീ ഇനിയെങ്കിലും എന്റെ കൂടെ വാ. വെറുതെ ആൾക്കാരെ കൊണ്ട് പറയിക്കാതെ. നിങ്ങളോട് പോവാനല്ലേ പറഞ്ഞത്? സുസ്മിത, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഞാൻ വരില്ല, വരില്ല, വരില്ല.
സുസ്മിതേ, നീ കാര്യങ്ങൾ മനസ്സിലാക്ക്. സംഭവിക്കാനുള്ള എല്ലാം സംഭവിച്ചു കഴിഞ്ഞു. ഇനി നീ എന്തിനാ എവിടെ നിൽക്കുന്നത്? നീ നിന്റെ വീട്ടിലേക്ക് തന്നെ മടങ്ങിപ്പോ സുസ്മിതേ. സുസ്മിതേ, നിന്റെ ന്യായങ്ങൾക്കൊന്നും ഇനി ഇവിടെ സ്ഥാനമില്ല. എന്റെ ബാഗ് ഞാൻ എടുത്തോണ്ട് വന്നിട്ടുണ്ട്. അമ്മയുടെ ഒപ്പം മടങ്ങിക്കോ. പകൽക്കിനാവ് കണ്ട് കുറെ കാലം പാഴക്കിയതല്ലേ സുസ്മിതെ? ഇനിയെങ്കിലും യാഥാർത്ഥ്യത്തിലേക്ക് ഇറങ്ങി വാ. ആരെങ്കിലും വിവാഹം ചെയ്ത് നല്ലൊരു കുടുംബജീവിതം നയിക്കുന്നു. ശാലിനിയുടെ അഭിപ്രായം ഇത് തന്നെ ആയിരിക്കും അല്ലേ? അതെ. ശരി, ഞാൻ മടങ്ങിപ്പോ. പക്ഷേ ഈ നിൽക്കുന്ന ഭാമാന്റി പറയണം. ഞാൻ അനുസരിക്കാം. വീണ്ടും വിവാഹ മണ്ഡപം വരെ എത്തിച്ചു അതേ ഭാമാന്റി. ഈ മെലോഡ്രാമയൊന്നും വേണ്ട സുസ്മിത. ഈ കല്യാണത്തിന് വേണ്ടി നീ കളിച്ച കളി എന്താണെന്ന് വെറുതെ എന്നെ കൊണ്ട് പറയിക്കരുത്. നീ എന്താ പറയാൻ പോന്നേ? നീയല്ല പ്രീതിയാണ് ഗർഭിണിയെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നോ? അങ്ങനെ ഒരു നുണക്കഥ മെനഞ്ഞ ഭാമാന്റി വിശ്വസിക്കുന്നാണോ? പറയ് ഭാമാന്റി. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. ഭാമേ, ഇനി നീ ചുമ്മാ. ആന്റി, ഇനി ഭാമാന്റി പറ, ഞാൻ പോണോ? പറ ഭാമാന്റി, പോണോ? ഭാമാന്റിക്ക് മനസ്സുണ്ടായിട്ടല്ല മോളെ. പക്ഷേ നീ ഇനി ഇവിടെ നിൽക്കാതിരിക്കുന്നതല്ലേ നല്ലത്? മോളെ, മോളെ സുസ്മിതേ, മോളെ അടുക്കരുത്. ഞാൻ വീട്ടിലേക്ക് മടങ്ങിപ്പോണെന്നല്ലേ ഭാമാന്റി പറയുന്നേ? മോളെ സുസ്മിതേ, മോളെ ആന്റി അടുക്കരുത്. അയ്യോ മോളെ വേണ്ട, എന്തൊക്കെ നീ കാണിക്കുന്നത്? ഭാമാന്റി പറഞ്ഞ വാക്ക് പാലിക്കാതെ സുസ്മിതയ്ക്ക് ഇനി ഇവിടുന്ന് ഒരു മടക്കമില്ല. ഇനി ഞാൻ തിരികെ പോകണമെന്ന് ഭാമാന്റിയുടെ നാവിന്നൊരു വാക്ക് വീണ ഇത് വെച്ചൊരൊറ്റ വലി. അയ്യോ മോളെ പ്ലീസ്, ഇവിടെ കിടന്ന് നിങ്ങളുടെയൊക്കെ മുന്നിൽ വെച്ച് തന്നെ തീരുഞ്ഞ. രാജീവ് സാറ് ശാരിക അങ്ങനെ ഉപേക്ഷിച്ച് കളയുമെന്ന് കരുതിയോ? അതിന് രാജീവ് മരിക്കണം. എന്നോട് ഓർക്കണം സർ. അമ്മ അമ്മാവനും അല്ല, ദൈവം തന്നെ പറഞ്ഞാലും രാജീവ് ശാരിക ഉപേക്ഷിക്കില്ല മാഡം. അമ്മയെ ഹോസ്പിറ്റലിൽ നിന്ന് മടക്കി കൊണ്ടുവന്നേ ഉള്ളൂ എന്ന് മാഡം വിളിച്ചപ്പോ ഞാൻ പറഞ്ഞിരുന്നില്ലേ? ശാരികയെ കൂട്ടിക്കൊണ്ടുവരാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമായിരുന്നു ഞാൻ.
അമ്മയോടും അമ്മാവനോടും പറഞ്ഞോ ശാരികയെ കൂട്ടിക്കൊണ്ടുവരുന്ന കാര്യം? പറഞ്ഞു. എന്നിട്ട് അവരെതിർപ്പൊന്നും പറഞ്ഞില്ല. പറഞ്ഞിട്ടും കാര്യമൊന്നും ഉണ്ടാവില്ലെന്ന് തോന്നിക്കാണും. അവരെതിർത്താലും ശാരികയില്ലാതെ എനിക്കിനി ജീവിക്കാനാവില്ല മാഡം. ഇളന്റെ ജീവശ്വാസമാണ്. പരസ്പരം സ്നേഹം ഉണ്ടെങ്കിൽ ഒരാണിനെയും പെണ്ണിനെ ഒന്നിപ്പിക്കാൻ ഒരു നിയമത്തിന്റെ ആവശ്യമില്ല രഞ്ജിനി മോളെ. ഈ കുട്ടികൾക്ക് അതുണ്ട്. പണത്തിനും പൊന്നിനും ഒന്നും ഇവരെ പിരിക്കാനാവില്ല. സന്തോഷമുള്ളൂ ശാരദാമ്മേ. നിർബന്ധിച്ച് കൂട്ടിച്ചേർത്താലും അത് നേരെയാവില്ല. ഇവരെ സംബന്ധിച്ച് കൂട്ടിച്ചേർക്കേണ്ട കാര്യമില്ല. ഇവര് രണ്ടല്ല, രണ്ടാളും ഒന്ന് തന്നെയാ. ആ എന്നാ ഞാൻ ഇറങ്ങട്ടെ. ബെസ്റ്റ് വിഷസ്. ശാരിക വരട്ടെ. ഞാൻ ഇയാളെ കൊണ്ടുപോക്കട്ടെ ശാരദാമേ? കൊണ്ടുപോയിക്കോ സാറേ. ദേ ബാഗ് ഇവിടെ റെഡിയാ. മോള് പറഞ്ഞതെല്ലാം ശരിയാ. മോളോട് മാത്രമേ എനിക്ക് മാപ്പ് പറയാനുള്ളൂ. ആന്റി എന്നോട് മാപ്പ് പറഞ്ഞ് സ്വയം ചെറുതാവണ്ട. ശാലിനി ചെയ്ത തെറ്റിന് ആന്റി എന്ത് പഴച്ചു? എന്റെ കാര്യം വിട്ടേക്ക്. എത്ര വലിയ വിഡ്ഢിവേഷമാ അവൾ ആന്റിയെ കൊണ്ട് കെട്ടിച്ചത്. പ്രീതിയാണ് ഗർഭിണിയെന്ന് അവക്കറിയാമായിരുന്നു. അത് ആന്റിയോട് പറയാതെ ഒളിച്ചു വെക്കുകയല്ലേ അവൾ ചെയ്തത്. ആന്റി അത് കണ്ടുപിടിക്കുമെന്നായപ്പോ അവളാണ് ഗർഭിണിയെന്ന് കള്ളം പറയുകയും ചെയ്തു. എന്തിനു വേണ്ടിയായിരുന്നു ആന്റി അത്? ശാലിനിയേക്കാൾ ഞാൻ കുറ്റം പറയ പ്രീതിയെ. ആന്റിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ശാലിനി ആരാ? അവൾ ആന്റി ഇന്നലെ കണ്ടവളാ. വിഷ്ണു ഏട്ടന്റെ അമ്മ എന്നൊരു ബന്ധം മാത്രമേ അവക്ക് ആന്റിയോടുള്ളൂ. സത്യത്തിൽ അവക്ക് ആന്റിയോട് വിരോധമാ. അതുപോലെയാണോ പ്രീതി? ആന്റി പ്രസവിച്ച് പാലൂട്ടി ലാളിച്ച് വളർത്തിയ മകൾ. ആ മകൾ ആന്റിയോട് ഇങ്ങനൊരു ചതി ചെയ്യാൻ പാടില്ലായിരുന്നു. ഒരു മകൾ അമ്മയോടല്ലേ എല്ലാം തുറന്നു പറയേണ്ടത്. എന്റെയൊക്കെ ബെസ്റ്റ് ഫ്രണ്ട് അമ്മയാണ്. പ്രീതി ഗർഭിണിയാണെന്ന് ആന്റിയോട് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ എന്തായിരുന്നു കുഴപ്പം? ആന്റി അവളെ കൊല്ലൂ? അതോ അവക്ക് ആന്റിയേക്കാ വിശ്വാസം പുറത്തുനിന്ന് വന്ന ശാലിനിയാ? പ്രീതിയാണ് പ്രഗ്നന്റ് എന്ന് നേരെ ഒരു സംശയം എനിക്കുണ്ടായിരുന്നു ആന്റി. ഞാനത് ആന്റിയോട് പറയുകയും ചെയ്തതാ. പക്ഷേ അതിനിടയിലല്ലേ സ്വന്തം പേരിലുള്ള മെഡിക്കൽ റിപ്പോർട്ട് കാണിച്ച് സംശയത്തിന്റെ പഴുതടച്ചത്. പിന്നീട് ആ വഴി ചിന്തിക്കാൻ പോലും ആരെ കൊണ്ട് സാധിച്ചില്ല. ചുരുക്കി പറഞ്ഞ രണ്ടാളും കൂടി ആന്റിയെ കോമാളിയാക്കി. എന്റെ കല്യാണം നടക്കാത്തതിൽ എനിക്ക് സങ്കടമില്ല. പക്ഷെ വിവാഹ മണ്ഡപത്തിൽ വെച്ച് തന്നെ പ്രീതി കുഴഞ്ഞു വീണതില് എനിക്ക് സംശയമുണ്ട്. ആന്റിയെ അപമാനിക്കാൻ വേണ്ടി മനഃപൂർവ്വം കളിച്ചതാണോ? ഈ കല്യാണം നടക്കില്ല എന്നുള്ള രീതിയിൽ പലവട്ടം പ്രീതി സംസാരിച്ചത് ആന്റിക്ക് ഓർമ്മയില്ലേ?
പുറത്തേക്ക് പോവാം. പുറത്തേക്ക് പോയ അശാന്തിയെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോയിട്ടുണ്ടല്ലോ നിന്റെ അമ്മ ഭാമ. ഇവിടെ തന്നെ മനഃശാന്തി. മോളെ പതുക്കെ. അർജുനേട്ടാ, പ്രീതി, വാ. മോനെ. അച്ഛാ. മോനെ, ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ അറിഞ്ഞു. പ്രീതിയെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നത്. സത്യാമ്മയുടെ മുന്നില് ഇനി ധൈര്യമായിട്ട് തലയോർത്തി നിൽക്കാം. നന്നായി മോനെ. വസുമതി ആന്റിയുടെ അടുത്തുനിന്ന് ഗ്രീൻ സിഗ്നൽ കിട്ടില്ലേ? ഞാനൊന്നും സംസാരിച്ചില്ല ശാലിനി. അമ്മ സമ്മതിക്കുന്നു തന്നെ എന്റെ പ്രതീക്ഷ. സമ്മതിച്ചില്ലെങ്കിലോ അർജുനേട്ടാ? സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല പ്രീതി. പ്രീതിയുടെ വയറ്റിലെ കുഞ്ഞിന്റെ അച്ഛനല്ലേ അർജുനേട്ടൻ. കൊച്ചുമോനെ വേണ്ടാന്ന് വെക്കാൻ പറ്റുമോ വസുമതി ആന്റിക്ക്? ഇനി സമ്മതിക്കാതിരുന്നാലും സമ്മതിപ്പിച്ചേ പറ്റൂ. അതിനെന്ത് മാർഗവും പ്രയോഗിക്കണം. അതന്നെ വേണ്ട. നമുക്കേ അവിടെ പോയി സംസാരിക്കാം. ഇതെങ്ങോട്ടാ? അല്ല, വസുമതി ആന്റി കണ്ട് സംസാരിക്കാം. വസുമതി ആന്റി ഇയാള് ശരിയാവില്ല വിഷ്ണുവേട്ടാ. വിഷ്ണുവേട്ടന്റെ സ്വഭാവത്തിന് വസുമതി ആന്റിയായിട്ട് ഉടക്കം, പിന്നെ എല്ലാം കുഴയും. ഞാനൊന്ന് വേണ്ടല്ലേ? വേണ്ട. ആ, എന്നാ താൻ പോയിട്ടോ. ഞാൻ പോയി സംസാരിച്ചിട്ട് വരാം പ്രീതി. ശാലിനി, പേടിക്കണ്ട പ്രീതി. വസുമതി ആന്റിയെ കൊണ്ട് സമ്മതിപ്പിച്ചിട്ടേ ശാലിനി മടങ്ങി വരും. അർജുനേട്ടാ. സാരല്ലടോ, എല്ലാം ശരിയാവും. കൃഷ്ണകുട്ടി ചേട്ടാ, ഈ സമയത്ത് എങ്ങനെ പത്രവും വായിച്ചിരിക്കാൻ പറ്റുന്ന ചേട്ടന്? ഈ സമയത്ത് ഇങ്ങനെ പത്രം വായിച്ചിരിക്കും. ഒരു വലിയ തമാശ. നീ ഒന്ന് സമാധാനിക്കും വിജയലക്ഷ്മി. സംഭവിക്കാനുള്ളതൊക്കെ സംഭവിക്കും. അല്ലാതെ എങ്ങനെ സമാധാനിക്കുമെന്നാ? എന്റെ ഈ വേവ് കൃഷ്ണകുട്ടി ചേട്ടൻ കാണുന്നില്ലേ? നീ കുറച്ച് നടക്കുന്നത് നല്ലതാ. ഹൃദ്രോഗികൾ ദിവസവും കുറച്ചു ദൂരം നടക്കുന്നത് നല്ലതല്ലേ വിജയേ? നീയാണെങ്കിൽ ചടഞ്ഞുകൂടി കിടപ്പാ. കടമുള്ള നടപ്പ് മുഴുവൻ ഇന്നങ്ങ് തീർക്ക്. ദേ, എന്റെ നാക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട് കേട്ടോ.
ഇറങ്ങ്. വാ, ഇങ്ങോട്ട് വാ. വാ. ഇതെന്റെ ഭാര്യ ശാരിക. ഓ, ഞാൻ എവിടെ താമസിക്കുന്നോ അവിടെ ഇവളും ഉണ്ടാവും. ശരി. വിഷ്ണു ആണെങ്കിൽ അവളുടെ വിരൽ തുമ്പിൽ പോലും തൊട്ടിട്ടില്ലെന്നും പറഞ്ഞ് ദൈവത്തിന്റെ മുന്നിൽ കർപ്പൂരം ഒഴിഞ്ഞ് സത്യം ചെയ്തു. ഒരമ്മ പിന്നെ എന്ത് ചെയ്യണം? സത്യത്തിൽ ശാലിനി ആയിരുന്നില്ല ഗർഭിണി, പ്രീതിയായിരുന്നു. അക്കാര്യം സത്യഭാമയുടെ അടുത്ത് നിന്ന് മറച്ചു പിടിക്കാൻ വേണ്ടിയാ ശാലിനി അത് ഏറ്റെടുത്തത്. അത് വെള്ളവും വളവും കൊടുത്ത് വളർത്താൻ ശാലിനി എന്തെല്ലാം ത്യാഗങ്ങളാ ചെയ്തേന്നറിയോ? വിഷ്ണുവുമായുള്ള ഡിവോഴ്സ് പെറ്റീഷനിൽ അവൾ ഒപ്പിട്ട് കൊടുത്തു. സ്വന്തം ഭർത്താവിന്റെ രണ്ടാം കല്യാണത്തിന് മൂകസാക്ഷിയായി വന്നു നിന്ന് കൊടുത്തു. ഇതിൽ കൂടുതലൊക്കെ ചെയ്യാൻ പറ്റുമോ ഒരു ജന്മത്തെ കൊണ്ട്? കല്യാണ മണ്ഡപത്തിൽ പ്രീതി ബോധം കെട്ട് വീണതുകൊണ്ട് ഇപ്പോഴെങ്കിലും എല്ലാവരും കഥകൾ അറിഞ്ഞു. ഇല്ലെങ്കിൽ പ്രീതി പ്രസവിച്ച ശേഷമേ നിങ്ങൾ മുത്തശ്ശിയായ വിവരം നിങ്ങൾ പോലും അറിയൂ വസുമതി. അത്രയ്ക്കുണ്ട് ശാലിനിയുടെ സാമർഥ്യം. ആ പിന്നെ കഥയ്ക്കൊരു അനുബന്ധം കൂടിയുണ്ട്. പ്രീതിയുടെ ഗർഭത്തെ സത്യഭാമ എതിർക്കുമെന്നായി എല്ലാരും കരുതിയിരുന്നത്. പക്ഷേ സത്യഭാമയ്ക്ക് യാതൊരു കുലുക്കവും ഇല്ല. അവരാ ഗർഭം നിങ്ങളുടെ തലയിൽ കെട്ടിവെച്ചു. എന്റെ തലയിലോ? നിങ്ങളുടെ തലയെന്ന് വെച്ചാ നിങ്ങളുടെ മകന്റെ തലയിൽ. കുഞ്ഞ് അർജുന്റേതാണെന്ന് പറഞ്ഞ് നിങ്ങളുടെ വീട്ടിലേക്ക് അയക്കാനിരിക്കുവാ പ്രീതിയെ. മധ്യസ്ഥയായിട്ട് ശാലിനി വരുന്നുണ്ട്. ഞാൻ ചെല്ലട്ടെ വീട്ടിലേക്ക്? തിരക്കിട്ട് പോവാതെ ഒരു മിനിറ്റ്. എന്റെ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്ത് തരണേ. അല്ല, എനിക്ക് മാത്രമല്ല നാട്ടുകാർക്ക് മൊത്തം സംശയമുള്ളതാ. അല്ല, ഈ പ്രീതി എന്ന് പറഞ്ഞ പെണ്ണെ ഏതാണ്ട് 1 വർഷത്തോളായിട്ട് അവളുടെ വീട്ടിൽ തന്നെയായിരുന്നില്ലേ? നിങ്ങളോ സത്യഭാമയോ അർജുനും പ്രീതിയുമായിട്ട് കാണാൻ പോലും സമ്മതിച്ചിട്ടില്ല. അവളാണെങ്കിൽ മറ്റു പല പുരുഷന്മാരെയും കാണുന്നുമുണ്ട്. അതുകൊണ്ടുണ്ടായ ഒരു സംശയമാണേ, കുഞ്ഞ് അർജുന്റെ തന്നെയാണോ? ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റുന്നത് പ്രീതിക്കാ. ചിലപ്പോ ശാലിനിക്കും പറ്റുമായിരിക്കും. അവളാണല്ലോ എല്ലാത്തിനും കുട പിടിച്ചു കൊടുക്കുന്നത്. വല്ലവന്റെയും കുഞ്ഞ് മുത്തശ്ശിന്ന് വിളിക്കുന്നത് കേൾക്കേണ്ട ഗതികേടുണ്ടാവുമല്ലോ വസുമതി നിങ്ങൾക്ക്. അർജുനേട്ടാ വേണ്ട, അടുത്തേക്ക് വരരുത്. അർജുനേട്ടാ, അർജുനേട്ടാ, അർജുനേട്ടാ വേണ്ട. ശാലിനി അടുക്കരുത്, കത്തിക്കും ഞാൻ. അല്ലെങ്കിൽ അമ്മ എന്തിനാ മരിക്കുന്നേ? ഞാൻ മരിച്ചോളാം. ഞാൻ കാരണമല്ലേ ഈ പ്രശ്നങ്ങളെല്ലാം. എന്റെ വിവാഹം, എന്റെ ഭാര്യ, അതൊക്കെയല്ലേ നിങ്ങളുടെ പ്രശ്നം അല്ലേ? ഞാനില്ലാതെ എല്ലാം തീരുമല്ലോ. അല്ലെങ്കിലും ഞാൻ എന്തിനാ അമ്മയെ ജീവിച്ചിരിക്കുന്നേ? അതുകൊണ്ട് ആർക്കാ പ്രയോജനം? ഏറെ പ്രതീക്ഷയോടെ ഒരു വിവാഹം കഴിച്ചു, എന്നിട്ട് എത്ര നാൾ ഒരുമിച്ച് ജീവിച്ചു.
ഒരുമിച്ച് കണ്ട സ്വപ്നത്തെക്കാൾ കൂടുതൽ അകന്നിരുന്നതിന്റെ വേദനയാ. ആരായിരുന്നു അമ്മേ അതിന്റെയൊക്കെ കുറ്റക്കാര്? ഒടുവിൽ സ്വന്തം ഭാര്യ ഒന്ന് കാണണമെങ്കിൽ ഒളിച്ചും പാത്തും പോണം. ഏത് കോടതിയാ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ശിക്ഷ വിധിച്ചത്? ഇതൊക്കെ കണ്ടില്ലെന്ന് നടിച്ച് സുഖമായി ഒന്നിച്ച് ജീവിക്കാമായിരുന്നു ഞങ്ങൾക്ക്. അമ്മമാരുടെ വാക്ക് തട്ടിക്കളയേണ്ടെന്ന് വെച്ചാണോ ഞങ്ങൾ ഇത് തെറ്റ്? ഇപ്പൊ അമ്മ അധിക്ഷേപിച്ചില്ലേ ആരാന്റെ കുഞ്ഞിനെ വയറ്റിലിട്ടോടെ നടക്കുന്നവളെന്ന്? അതാരാന്റെ കുഞ്ഞല്ല, സ്വന്തം മകന്റെ കുട്ടിയാണെന്ന് എന്റെ അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. അതെ ശാലിനി, നീ ഓർക്കുന്നില്ല അന്നത്തെ ആ സംഭവം? മുംതാസ് ബീഗം അല്ലേ? അന്ന് അവിടെ നിന്ന് പറതി അണിഞ്ഞ് പുറത്തു പോയത് ഞാനാണെന്ന് അമ്മയ്ക്ക് അറിയാം ശാലിനി. എന്നെ കാണാതായ ദിവസങ്ങളിൽ ഞാൻ പ്രീതിയുടെ റൂമിലായിരുന്നു എന്റെ അമ്മയ്ക്ക് അറിയാം. ഇവിടെ നിപ്പുണ്ടായിരുന്ന ഈ വസുമതി ആന്റിയുടെ തലയ്ക്കെന്താ വട്ടുപിടിച്ചോ? രാജേശ്വരി ചേച്ചി പറഞ്ഞതൊന്നും അവര് വിശ്വസിച്ചില്ലേ? രാജേശ്വരി ചേച്ചി ഒന്ന് വിളിച്ചാലോ? അല്ലെങ്കിൽ വേണ്ട. അതെ അമ്മേ, പ്രശ്നങ്ങളെല്ലാം ഒഴിഞ്ഞെന്നാ തോന്നുന്നത്. വിഷ്ണു